ഒരാൾ ബേബികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ക്രീം, വേറൊരാൾ ലോഷൻ. ഇതിൻ്റെ രണ്ടിലും ഇടയിലുള്ളതാണ് ഇന്ന് ചെയ്യുന്നത്. ബേബി ക്രീം എന്നും പറയാം, എന്നാൽ ബോട്ടിലൂടെ നമുക്ക് പ്രസ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കൺസിസ്റ്റൻസിയിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓരോന്നിനും ഒരേ ഫോമുല സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മസ്റ്റായിട്ട് അറിയേണ്ട കാര്യങ്ങളാണ് എന്താണ് ഗുണത്തിലേക്ക് വരിക എന്നുള്ളത്. കുഞ്ഞുങ്ങൾക്കാകുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അതിന് പറ്റിയ ഓയിലുകൾ, അതിന് പറ്റിയ ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ. അതിൻ്റെ പെർസെൻറ്റേജിൽ വേരിയേഷൻ വരും. പിന്നെ നമ്മുടെ അതിൻ്റെ തിക്നെസ് അനുസരിച്ച് ഓരോ കാര്യങ്ങൾ കൂട്ടിയും കുറച്ചും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തിക്നെസ്സിലും വേരിയേഷൻ വരും. അത് നമ്മൾ പല ട്രയൽ നടത്തുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്ന ആ രീതിയിലുള്ളത് നമുക്ക് കിട്ടുള്ളൂ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു ഇത്, നമ്മളിപ്പോൾ ഒലിവിയം 1000 ഏത് എമിൽസിഫയർ ആയാലും ഒരു നല്ലൊരു ബ്ലെൻഡർ നമുക്ക് ആവശ്യമാണ്. ബ്ലെൻഡിങ് നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് വരുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു 25 ഗ്രാം അല്ലെങ്കിൽ 10 ഗ്രാം അങ്ങനെയൊന്നും ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ട്രയൽ നടത്തുമ്പോഴും നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള സാധനങ്ങൾ വേണം ട്രയൽ നടത്താൻ. അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് വേസ്റ്റായി പോവും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ബേബി ബോഡി ക്രീം ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം. ഫോമുല ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ടൈപ്പ് ഗമ്മാണ്, സോല ഗമ്മാണ് ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സാന്താൻ ഗം ഉപയോഗിക്കാതിരിക്കുക, കാരണം കുറച്ച് സ്റ്റിക്കിയാണ്. ഓരോ ഗമ്മിൻ്റെ അനുസരിച്ച് നമ്മുടെ ക്രീമിൻ്റെ ടെക്സ്ചർ മാറ്റം വരും. അപ്പോൾ ഏറ്റവും വില കുറവുള്ള നാച്ചുറലായിട്ടുള്ള ഗമ്മാണ് സാന്താൻ ഗം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് കൊളൈഡ് ഓട്സ് മീൽ, അതായത് നമ്മൾക്ക് നല്ല ഓട്സ് നല്ല ഫൈനായിട്ട് നമ്മൾ അത് ഗ്രൈൻഡ് ചെയ്യുക. എന്നിട്ട് നല്ല ഫൈനായിട്ടുള്ള ഒരു ഇതിൽ നന്നായിട്ട് അത് അരിച്ചെടുക്കുക. അപ്പോൾ ഇത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് കിട്ടുന്ന ഉപയോഗിക്കുന്നവരൊക്കെ ആണെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ല നമുക്കിപ്പോൾ കുറച്ചായിട്ട് നമുക്ക് മേടിക്കൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ ബൾക്കായിട്ട് ഉണ്ടാക്കുന്നില്ലെങ്കിൽ. അപ്പോൾ വീട്ടിൽ തന്നെ അത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഈ വെള്ളത്തിൽ ഞാൻ ഓട്സ് പൗഡറും അതുപോലെ തന്നെ ഗമ്മുമാണ് ഞാൻ ആഡ് ചെയ്ത്. പിന്നെ ഗ്ലിസറിൻ പ്രത്യേകം ശ്രദ്ധിക്കുക, വെജിറ്റബിൾ ഗ്ലിസറിൻ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം. മറ്റുള്ള ഗ്ലിസറിൻ അല്ലാതെ വെജിറ്റബിൾ ഗ്ലിസറിൻ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളത് മൂടി വയ്ക്കുക. ഇനി നമുക്ക് ഓയിൽ ഫേസ് ഉണ്ടാക്കിയെടുക്കാം. ഓയിൽ ഫേസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ്. സ്വീറ്റ് ആൽമണ്ട് ഓയിൽ തന്നെ മേടിക്കുക. അതാണ് നമുക്ക് ഉപയോഗിക്കേണ്ട ആൽമണ്ട് ഓയിൽ. ബിറ്റർ ആൽമണ്ട്, 2 ടൈപ്പ് ആൽമണ്ട് ഓയിൽ വരുന്നുണ്ട്. പിന്നെ ഈ ആൽമണ്ട് ഓയിൽ എന്ന് പറഞ്ഞിട്ട് അതിലും വേറെ ഓയിലുകൾ ആഡ് ചെയ്തും വരുന്നുണ്ട്. അപ്പോൾ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചത് ഒലിവ് ഓയിലാണ് ഞാനിപ്പോൾ ഒഴിച്ചത്. പിന്നെ കൊക്കോ കാപ്രിലേറ്റ്, ഇത് ഭയങ്കരമായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് നിർത്തുക, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്കിതില്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിയ ബട്ടറോ അതുപോലെ കോക്കനട്ട് ഓയിലോ നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഷിയ ബട്ടർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ ഫോമുലയിൽ ചെറിയൊരു വേരിയേഷൻ, അല്ലെങ്കിൽ ഒന്നും കൂടി തിക്കാവും. അപ്പോൾ നമുക്ക് ബോട്ടിലേക്ക് ഇടാനായിട്ട് പറ്റില്ല, കാരണം ഷിയ ബട്ടർ തന്നെ തിക്കൺ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത് നമ്മൾ ഓയിൽ ഫേസ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു. ഇനി കൊക്കോ കാപ്രിലേറ്റ് ഇല്ലാത്തവർ കോക്കനട്ട് ഓയിലും വേണ്ടാത്തവർക്ക് വേറെ മറ്റേ ഗ്രേപ്പ് സീഡ് ഓയിലോ അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ തന്നെ കൂട്ടിയെടുത്താൽ മതി. ഇനി നമുക്ക് എമൽസിഫയർ എടുക്കാം. ഇത് ഒലിവിയൻ 1000 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നാച്ചുറലായിട്ടുള്ള ഒരു എമൽസിഫയറാണ്. പിന്നെ സിറ്റൈൽ ആൽക്കഹോൾ, ഇത് നല്ല സോഫ്റ്റ്നെസ് നമുക്ക് സ്പ്രെഡ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസി ആയിരിക്കും ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് എമൽസിഫയറാണ്, അത് തന്നെയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ കൂടി നമ്മൾ ഓയിൽ ഫേസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ചൂടാക്കിയെടുക്കാം. നമുക്ക് എപ്പോഴും എമൽസിഫയേഴ്സ് 2 രീതിയിലുണ്ട്. അതായത് വാട്ടറിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതും ഓയിലിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതും. അതായത് വാട്ടർ ഇൻ ഓയിൽ, ഓയിൽ ഇൻ വാട്ടർ എന്ന് പറയും. അപ്പോൾ ഞാൻ ചൂടാക്കിയതിൻ്റെ ഏകദേശം മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70-71 ആണ് ഒലിവിയൻ 1000 മെൽറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ഇളക്കുമ്പോൾ, നമ്മളിത് ആഡ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ ഒരുപോലെ ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എന്നിട്ട് നമ്മളിത് ഓയിൽ വാട്ടറിലേക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓയിൽ ഫേസ് നമ്മൾ ആ വാട്ടർ ഫേസിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. മിക്സ് ചെയ്യുമ്പോൾ ആദ്യം സ്ലോലിയും പിന്നെ നല്ല ഫാസ്റ്റായിട്ടും നമ്മൾ മിക്സ് ചെയ്യുക. ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് അത് വളരെ തിന്നായിട്ട് കിടക്കും. പിന്നെ നമ്മൾ എമൽസിഫയേഴ്സ് ഞാനിതിൽ 5% ഉപയോഗിച്ചിട്ടുള്ളൂ. നമ്മൾ അതിലും കുറവ്, ലോഷനൊക്കെ ആണെങ്കിൽ അതിലും കുറവാണ് നമ്മൾ ഉപയോഗിക്കുക. ഇപ്പോൾ ഇതൊന്നും കൂടി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ലോഷൻ വരുമ്പോൾ നമ്മൾ ബ്ലെൻഡിങ്ങിലാണ് കാര്യം ഇരിക്കുന്നത്. അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെപ്പറേഷൻ വരും. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു 45 ഒക്കെ ഡിഗ്രിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. കണ്ടിന്യൂസ് പിടിച്ച് അടിക്കരുത്, ജസ്റ്റ് ഒന്ന് പൊക്കി അങ്ങനെ വേണം നമ്മൾ ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് കൂളിംഗ് പീരീഡിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ട സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് കൂളിംഗ് പീരീഡിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വൈറ്റമിൻ കൂളിംഗ് പീരീഡിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പറയുമ്പോൾ സെൻസിറ്റീവാണ്, ഹീറ്റ് സെൻസിറ്റീവാണ്. നമ്മൾ ഒരിക്കലും ചൂടുവെള്ളപ്പോൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. ചില പ്രിസർവേറ്റീവ് ഞാൻ പറഞ്ഞായിരുന്നു, പ്രിസർവേറ്റീവ് ചിലത് ചൂടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം പോകും. എസെൻഷ്യൽ ഓയിൽ ഗുണം പോകുന്നതാണ്, വൈറ്റമിൻ ഇ ഗുണം പോകുന്നതാണ്, പിന്നെ ചില ടൈപ്പ് ഓയിലുകളും ഇതുപോലെ ഗുണം പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മൾ കൂളിംഗ് പീരീഡിൽ അതിൻ്റെ സെൻസിറ്റിവിറ്റി അനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിൽ വളരെ ചെറിയ പെർസെൻറ്റേജ് ലൈലാക്ക് എന്ന് പറയുന്ന ഫ്രാഗ്രൻസ് ഓയിൽ, ഇതിൽ ഫ്രാഗ്രൻസ് ഓയിൽ എന്ന് പറയുമ്പോൾ എസെൻഷ്യൽ ഓയിൽ തന്നെ എടുത്തിട്ട് അതിൽ വളരെ എസെൻഷ്യൽ ഓയിലിൻ്റെ അത്ര സ്ട്രോങ് അല്ല അത്. പിന്നെ അതുപോലെ തന്നെ ഈ ലാങ്കി എന്ന് പറയുന്നതിൻ്റെ എസെൻഷ്യൽ ഓയിലും അത് വളരെ ചെറിയ പെർസെൻറ്റേജ്. ഇത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ. അത് കുഞ്ഞുങ്ങൾക്ക് വളരെ കുഞ്ഞുങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചേർക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മൾ വളരെ സിമ്പിളായിട്ട്, അപ്പോൾ അതിൽ ഇപ്പോൾ ഞാൻ ഫോമുല കൊടുത്തേക്കുന്നത് അത് നിങ്ങൾക്ക് വാട്ടർ ബേസിലേക്കോ അല്ലെങ്കിൽ ഓയിൽ ബേസിലേക്കോ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവുന്നു, അങ്ങനത്തെയൊക്കെ പ്രശ്നമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഓയിൽ ഫേസിലേക്ക് ആഡ് ചെയ്യാം. ഇനി കുഴപ്പമില്ല, നോർമൽ സ്കിന്നാണ്, കുഴപ്പമൊന്നുമില്ലെങ്കിൽ അത് വാട്ടർ ഫേസിലേക്ക് നമ്മൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എസെൻഷ്യൽ ഓയിൽ മസ്റ്റല്ല, ഒട്ടും ഇമ്പോർട്ടൻ്റ് അല്ലാത്തുള്ള കാര്യമാണ് എസെൻഷ്യൽ ഓയിൽ. പിന്നെ ഞാനിതിൽ മറ്റേ ഇത് ഉപയോഗിച്ചിരിക്കുന്നത്, പ്രിസർവേറ്റീവ് ഉപയോഗിച്ചിരിക്കുന്നത് ഒപ്പിറ്റൻ പ്ലസ് എന്ന് പറയുന്ന പ്രിസർവേറ്റീവ് ആണ്. അതാണ് ഏറ്റവും ബെസ്റ്റ് കുഞ്ഞുങ്ങൾക്ക്. പ്രിസർവേറ്റീവ് ഒക്കെ ഉപയോഗിക്കാൻ പാടില്ല, കാരണം അതിൽ സലിസിലിക് ആസിഡ് ഉണ്ട്, അത് സ്കിന്ന് ഡ്രൈ ആക്കും, അത് കുഞ്ഞുങ്ങൾക്ക് പറ്റിയൊരു സാധനമല്ല. അതുപോലെ തന്നെ ഫിനോക്സിയത്തനോളും ഞാൻ അഡ്വൈസ് ചെയ്യില്ല, അത് ഭയങ്കര സിന്തറ്റിക്കാണ്. അതത്ര ഇത് ഒന്നും കൂടി മെച്യൂറായിട്ടുള്ള സ്കിന്നിനൊക്കെ ഓക്കെയാണ്. എന്നാലും ഒന്നും പറ്റിയില്ലെങ്കിൽ ഫിനോക്സിയത്തനോൾ. പിന്നെ എപ്പോഴും കുഞ്ഞുങ്ങളുടെ ആയാലും ആരുടെ ആയാലും ദേഹത്ത് നമ്മളൊരു ക്രീം ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾക്ക് ആദ്യം നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ചെവിയുടെ പിന്നിലോ അല്ലെങ്കിൽ കാലിൻ്റെ ആങ്കിളിൻ്റെ അവിടെയോ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ ഏതാണോ ആ ഓയിൽ നമ്മളൊന്ന് ദേഹത്ത്, ചിലവർക്ക് ഞാൻ കേട്ടിട്ടുണ്ട് കോക്കനട്ട് ഓയിൽ, അങ്ങനെ ചില ഓയിലുകൾ അലർജി ഉണ്ടാക്കും. അപ്പോൾ അതൊന്ന് നോക്കുക, എന്നിട്ട് വേണം ഈ ക്രീം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓയിലുകൾ ഉപയോഗിച്ചിട്ട് ഏത് ടൈപ്പ് ക്രീമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദേഹത്തിന് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓയിലാണ് കുഞ്ഞുങ്ങൾക്ക് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ച് വേണം നമ്മൾ ക്രീം ഉണ്ടാക്കാനായിട്ട്. അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എസെൻഷ്യൽ ഓയിൽ, ഫ്രാഗ്രൻസ് ഓയിൽ കുഴപ്പമില്ല, പക്ഷേ അത് നാച്ചുറലായിട്ടുള്ള ഫ്രാഗ്രൻസ് ഓയിൽ ആയിരിക്കണം, അല്ലാതെ സിന്തറ്റിക് ആയിട്ടുള്ളത് ഉപയോഗിക്കാതെ വളരെ ചെറിയ സ്മെല്ല് വേണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ്, ഞാൻ ഇതിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്. ഇനി അടുത്തത് ഇതെങ്ങനെ ഒരു ലോഷനാക്കി മാറ്റാം, ലോഷനായിട്ടുള്ളത് ഒരെണ്ണം വേറൊരെണ്ണം സെയിം ഫോമുല വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അത് വേറൊരു വീഡിയോയിൽ കാണിക്കാം. ഇനി പലപ്പോഴും നമ്മൾ ബേബി ക്രീമുകളിൽ pH ബാലൻസ് എന്ന് കാണാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക്. 5.5 ആണ് അവരുടെ ഐഡിയൽ pH. ജനിച്ച് വീഴുമ്പോൾ കുറച്ച് അസിഡിക് ആയിരിക്കും, കാരണം അത് അവരുടെ സ്കിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് അത്ര. അപ്പോൾ അതൊരു 6-7 റേഞ്ചിലാണ്. പിന്നെ പെട്ടെന്ന് തന്നെ ഈ നോർമൽ pHലേക്ക് 5.5ലേക്ക് അവരുടെ സ്കിന്ന് വരുന്നത്. ഡൈപ്പർ ഏരിയയിൽ കുറച്ച് pH ഹൈ ആയിരിക്കും. എന്നാലും ഈ ക്രീം തന്നെ നമുക്ക് യൂസ് ചെയ്യാം ഡൈപ്പർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളത് ഓട്സ് പൗഡറാണ്. അപ്പോൾ അത് നല്ലൊരു പ്രൊട്ടക്ഷൻ, അലർജി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു കാര്യമാണ്. നല്ല സോഫ്റ്റാണ് ഇത്, നല്ല ഇത് വെച്ചിട്ടാണ് ആവശ്യത്തിനുള്ളത്. ഫോമുല നല്ല സ്പ്രെഡ് ചെയ്യാൻ എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്യുന്നതായിരിക്കും. വേറൊരു വീഡിയോയിൽ